ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പിന്നെ എൻ്റെ ലൈഫിലെ തന്നെ ആദ്യത്തെ ഗേൾസ് ഓൺലി ട്രിപ്പിന് ഞാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ച് സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ പാലക്കാടുള്ള ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണേ. അപ്പോൾ ഫുഡ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അത്രയ്ക്ക് അങ്ങനെ നന്നായില്ലെങ്കിലും അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ആ ഒരു ലുക്കും ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് റീൽസ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ പോലത്തെ ഒരു ആംബിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഫസ്റ്റ് ഫുഡ് മാത്രമേ ഇത്തിരി അങ്ങോട്ട് വിചാരിച്ച പോലെ ആവാതിരുന്നുള്ളൂ. ബാക്കി ഞങ്ങൾ കഴിച്ച ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ കുറേ റീൽസ് എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, കുറേ ചിരിക്കുക, കുറേ സംസാരിക്കുക, കുറേ ഗോസിപ്പ് ചെയ്യുക, മൊത്തം ഒരു ഹാപ്പിനെസ് ആയിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് കോയമ്പത്തൂരിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ത്രൂ ഔട്ട് ട്രിപ്പ് ഞങ്ങൾ ഫുള്ള് കരോക്കെയൊക്കെ വെച്ച് അതിൻ്റെ കൂടെ അലറി വിളിച്ച് പാട്ടൊക്കെ പാടി ആരും ജഡ്ജ് ചെയ്യാനോ കംപ്ലയിൻറ്റ് ചെയ്യാനോ ഒന്നുമില്ലാത്ത ഞങ്ങൾ 4 പേരും അങ്ങോട്ട് മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ്. പുഴയിൽ മുങ്ങി വാ കുഞ്ഞിന് പദയാത്രയുടെ ഒക്കെ ഉണ്ടോ? നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകണം. അതേ വഴിക്ക് തന്നെ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒരു ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോളേജ് കാണാൻ പറ്റും. സോ കോവൈപ്പുത്തൂരായിരുന്നു ഞാൻ പഠിച്ച VLB കോളേജിൽ. അപ്പോൾ ജസ്റ്റ് ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട് കൂടെയൊക്കെ ഒന്ന് പോയി കേട്ടോ. ഞാൻ കോളേജിൽ ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു. ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയണമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകളൊരു അയർവർക്കുന്ന പോലെ അതിൻ്റെ മുന്നിൽ കൂടെ പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് പഴമുതിർ നിലയത്തിലാണ് കേട്ടോ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഉള്ള അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. നല്ല ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടണേ, ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഒരു വലിയ ഷോപ്പ്. അത് വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയായി. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂർ തന്നെയാണ്, ടൗണിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ സിറ്റിയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലെത്തി നമ്മൾ ചെന്നപ്പോൾ കുറച്ച് നേരത്തെയാണ് വെച്ചാൽ 12 മണിക്ക് ചെക്ക് ഇൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തില്ല. ജസ്റ്റ് കോമൺ ആയിട്ടുള്ള റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ കാണുന്നതൊക്കെ സ്ട്രീറ്റ്സാണ് കേട്ടോ, അവിടുത്തെ ഷോപ്പിങ്ങിൻ്റെ സ്ട്രീറ്റ്സാണ്. പക്ഷെ ഞങ്ങൾ കയറി ചെന്നത് കൂടുതലും ഹോൾസെയിൽ മാർക്കറ്റിലേക്കാണ്. എന്നാലും കുറച്ചൊക്കെ ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റി. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഓർമ്മയിലാണ് പല സ്ഥലത്തും ഞാൻ പോയത്. അവിടെയൊന്നും ഇപ്പം അങ്ങനെയല്ല, കുറച്ചൊക്കെ മാറ്റമുണ്ട്. കുറേ ഷോപ്പൊന്നും ഇപ്പം ഇല്ല. പിന്നെ നമുക്ക് മേടിക്കാനുള്ളത് ഈ കുപ്പിവളയും കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ തന്നെയല്ലേ വാങ്ങിക്കാനുള്ളത്. അതൊക്കെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ ഒരു തികയാത്ത മട്ടായിരുന്നു ഷോപ്പ് ചെയ്തിട്ട്. ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ ഞങ്ങൾ വളകളുടെ മാത്രം ഒരു ഷോപ്പിൽ പോയി. അത് ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഭയങ്കര നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വില തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ഫുൾ കെട്ട് ബാംഗിൾസിന്, അതായത് 11 ഡസനൊക്കെ ഉള്ളതിന് 300 സംതിങ് 400 രൂപയുടെ ഉള്ളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത്. വളർമതി മെസ്സിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. മറ്റേ തമിഴ്നാട് സ്റ്റൈല് ഫുഡ് കിട്ടണ ചെട്ടിനാട് സ്റ്റൈല്. കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാന്നുള്ള അതിമോഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു.
ഞങ്ങൾ 2 ടൈപ്പ് ബിരിയാണി, പിന്നെ പൊറോട്ട, പിന്നെ കലക്കി എന്ന് പറഞ്ഞിട്ട് ഈ മുട്ടയുടെ ഒരു പ്രത്യേക ടൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഏട്ടൻ കഴിക്കണതാണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എന്നാലും ഇന്ന് വെറുതെ ഏട്ടൻ്റെ കുറവ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചതാണ്. പിന്നെ പൊറോട്ട, അതിൻ്റെ കൂടെ ഈ നാട്ടുകോഴി കുഴമ്പ്, മട്ടൻ കുഴമ്പ്, അങ്ങനെ പല പല കുഴമ്പ്, പിന്നെ മട്ടൻ ചാപ്സ്, അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ തിന്നുകൂട്ടി ക്ഷീണിതയായിട്ട് ഇങ്ങനെ അവശയായിട്ടാണ് ഞങ്ങൾ റൂമിലെത്തിയത്. അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിച്ച് ക്ഷീണിച്ചു. അത്രയ്ക്കും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതൊന്നും പറ്റിയില്ല. എല്ലാവരും ക്ഷീണിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലായി ഞങ്ങൾ. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഞങ്ങൾ ഫ്രഷപ്പായി. ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇഷയായിരുന്നു, ഇഷ ഫൗണ്ടേഷൻ കോയമ്പത്തൂരുള്ള. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. പിന്നെ എന്താ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാറിൽ പിന്നെയും ഞങ്ങളുടെ ഒരു വൈബ് അപ്പോഴത്തെ ശിവനെ കാണാൻ വേണ്ടി പോകാനുള്ളൂ. അപ്പോൾ ശിവൻ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ അങ്ങനെ വെച്ച് ഞങ്ങൾ അതിൻ്റെ കൂടെ അലറി വിളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഉണ്ടായത് ഈ ഗൂഗിൾ മാപ്പ് പറ്റിച്ച പണിയാണ്. ഉള്ളിൽ കൂടെയുള്ള ഊടുവഴി കൂടെയൊക്കെ വിട്ടു. എന്നിട്ട് ഞങ്ങൾ പോണ വഴിക്കൊക്കെ ഒരു 2-3 കോവിൽ തിരുവഴയുടെ വഴി കൂടെയാണ് പോയിരുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല ബ്ലോക്കും കിട്ടി. അപ്പോൾ പക്ഷേ ഞങ്ങൾ അതും എൻജോയ് ചെയ്തു നന്നായിട്ട്. കാരണം ചെറിയ ചാലഞ്ച് ഇല്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമുള്ള. പിന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് അവിടെ എത്തുന്നവരെ ഞങ്ങൾ ഈ പാട്ടുപാടലും ഈ കരോക്കെ ഇട്ട് പാട്ടുപാടലാണ് പരിപാടി മെയിനായിട്ട്. അല്ലെങ്കിൽ യേശുദാസിൻ്റെ കൂടെയും ചിത്രയുടെ കൂടെയൊക്കെ അങ്ങോട്ട് പാടി അങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ശ്രമം, എന്നിട്ട് നശിപ്പിക്കുക പാട്ടിനെ. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. വേറെ ആരും കേൾക്കാനില്ലല്ലോ, ഞങ്ങൾ തന്നെ പാടി ഞങ്ങൾ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അതുവരെ അവിടെ എത്തുന്നവരെ ഞങ്ങൾ എൻജോയ് ചെയ്തു. വഴിയിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാ കോയിൽ തിരുവഴയുടെയാണ് ഈ കാണുന്നത്. ഒരു 2-3 എണ്ണം അങ്ങനെ നമുക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടിയിരുന്നു. പക്ഷെ അവിടെ നിർത്തിയിട്ട സമയത്ത് നമ്മൾ അവരുടെ കൂടെ തുള്ളിക്കൊണ്ട് അതും ഒരു എൻജോയ്മെൻ്റ് ആക്കി മാറ്റിയിരുന്നു. അവിടെ ചെന്നു. എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വരുന്ന പോലത്തെ ഒരു പരിപാടിയാണിത്. അപ്പോൾ ശിവൻ്റെ ആ ഒരു ലൈറ്റ് ഷോയൊക്കെ ഞങ്ങൾ കണ്ടു. ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് ഈ ക്യാമറ പിടിക്കലും ഇത് ഡയറക്റ്റ് കാണും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിനേക്കാളും ഇതും എനിക്കിഷ്ടമായി. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടിയും നല്ല രസമാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ടെമ്പിൾ. അവിടെ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിൻ്റെ അപ്പുറത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ അമ്പലങ്ങളും അതിൻ്റെ സ്പേസുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ ഇരുന്ന് കുറച്ച് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്നത് പൂ മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചതാണ്. തിരിച്ചു വന്നു അത്രയ്ക്കും ടയേർഡായിരുന്നു. അട്ടപ്പട്ടലും ടയേർഡായിരുന്നു. അത്രയ്ക്കും നടക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിച്ചതുകൊണ്ട് ഞങ്ങൾ രാത്രി റൂമിലേക്ക് ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഒരുങ്ങുകയാണ്. അന്ന് കുറച്ച് അധികം അമ്പലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ആ ടൈമിങ്ങിനനുസരിച്ച് പോകാൻ പറ്റുന്നിടത്ത് ഞങ്ങൾ പോയി. അപ്പോൾ എല്ലാവരും സാരിയൊക്കെ ആയിരുന്നു ഡ്രസ് കോഡ്. അപ്പോൾ അതിന് തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ, നമ്മൾ ഇത്രയും 4 പെണ്ണുങ്ങൾ ഒരുങ്ങിയൊക്കെ വരണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുങ്ങി. പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള മറ്റേ ഭംഗി കാണൽ, കണ്ണാടിയുടെ മുന്നിൽ ഭംഗി കാണൽ, ഫോട്ടോ എടുക്കൽ, റീൽസ് എടുക്കൽ എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് കുറേ സമയം വേണമല്ലോ. ഇവളെയുടെ ഓള് വെള്ളം കുടിക്കാൻ പോയിക്കാം. നിക്ക് ആയിട്ടില്ല, ഇവിടെ നിക്ക്. ചെരിഞ്ഞോ അങ്ങനെ എന്തോ നീ ഞാൻ പറഞ്ഞില്ലേ, റീൽസ് എടുക്കണോ തെറ്റണോ. പിന്നെ ഞങ്ങൾ നല്ലൊരു കൂടുമ്പോൾ ഞങ്ങൾ നമ്മളെ മലപ്പുറം ഭാഷയെ പറയാറുള്ളൂ കേട്ടോ.
നമ്മുടെ ലൊക്കേഷൻ വരെയോ ഇനി അടുത്തത് ഡ്രസ് ഇട്ടുള്ളത്? ആ അത് സാരില്ല, അതൊന്നും കുഴപ്പമില്ല ഇവിടെ. നോക്കട്ടെ കേട്ടാ. രാധികേ ഈ എന്തത്ര ഇങ്ങോട്ട് നിക്കേ. ആ ഒന്നും കൂടി. ഇതെന്താ പരിപാടി എന്ന് പറയുന്നത്, ഞങ്ങൾ ആളുകളുടെ കണ്ണ് കളയാം കേട്ടോ. ഞങ്ങൾ 4 പേര് മാത്രം പോണേന് എല്ലാവരും അത് തന്നെ നോക്കി കണ്ടിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ ഒരു സങ്കല്പം. അത് കളയുകയാണ് കേട്ടോ. അല്ല, ഇതിപ്പോ നിങ്ങള് രഞ്ജിനി ചേച്ചി നിങ്ങളൊക്കെ ഫ്രെയിമിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രൊഫഷണൽ ഒഴിഞ്ഞിടൽ ബ്രാൻഡ് അംബാസഡർ. സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ ജെയിൻ ടെമ്പിളിലാണ് പോയത് കേട്ടോ. ജസ്റ്റ് ഒരു കുഞ്ഞു ക്ലിപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അറ്റത്ത് നിന്ന് എടുത്തതാണ്. ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ അവിടെയുള്ളൊരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ അതുപോലെയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇലക്ട്രിക് കാറിലാണല്ലോ പോയിട്ടുള്ളത്, അപ്പോൾ ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടെയുള്ളൊരു ബ്രൂക്ക് ഫീൽഡ്സ് എന്ന് പറഞ്ഞൊരു മോളിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് ഞങ്ങൾ അവിടെയുള്ള വെറുതെ കടകളിലൊക്കെ കയറി. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ളൊരു ആൻറ്റിക് ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഡ്രസ്സിങ്ങിനൊക്കെ മാച്ചായിട്ടുള്ള ആൻറ്റിക് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഡ്രസ് കോഡിൽ ഞങ്ങൾ മോളിൽ പോയി ടാക്കോ ബെല്ല് കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് ശ്രീപേരൂർ പട്ടീശ്വരർ കോയിലായിരുന്നു. അപ്പോൾ അവിടെ പോയി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള അമ്പലം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് മുല്ലപ്പൂ വയ്ക്കലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യലും പ്രാർത്ഥനയൊക്കെ ആയി. ഞങ്ങൾ കുറച്ച് നേരം നല്ല സുഖമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ കുറച്ച് നല്ല ഭംഗിയായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ സഫലമീ ജീവിതം പ്രേമപൂർണം, സഫലമീ ജീവിതം പ്രേമപൂർണം, പാർവതിലോലനിൻ കരുണയാലേ. അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ഗേൾസ് ഓൺലി ട്രിപ്പ് വളരെ സന്തോഷമായിട്ട് പര്യവസാനിക്കാൻ പോവാണ്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ്ലി വീട്ടിലേക്ക് വരികയായിരുന്നു. കുറച്ച് ട്രാഫിക്കിലൊക്കെ പോയിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ടൈമിനേക്കാൾ ഇത്തിരി ലേറ്റായിപ്പോയി. പക്ഷേ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം. എല്ലാവരും അത് കാണുക, എൻജോയ് ചെയ്യൂ. ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.